വ്യത്യസ്തനായൊരു ബേബിച്ചേട്ടനെ സത്യത്തിൽ നമ്മൾ തിരിച്ചറിയുന്നില്ല. മാലിന്യങ്ങൾ വലിച്ചെറിയാത്ത വൃത്തിയും വെടിപ്പുമുള്ള റോഡുകളും ടൗണുകളുമൊക്കെ സ്വപ്നം കാണുന്നവരാണ് നമ്മളിൽ പലരും. പക്ഷേ എത്ര പറഞ്ഞാലും ബോധവൽക്കരണം നടത്തിയാലും പ്ലാസ്റ്റിക് ബാഗുകളും കുപ്പികളും മറ്റു മാലിന്യങ്ങളുമെല്ലാം വലിച്ചെറിയുന്നതാണ് മലയാളിയുടെ പൊതുബോധം. ആ പൊതുബോധത്തെ മാറ്റിയെടുക്കാൻ ശ്രമിക്കുന്ന ചിലരെങ്കിലും നമുക്ക് ചുറ്റുമുണ്ട്. അത്തരമൊരാളാണ് ചെറുപുഴയിലെ കോളക്കോട്ട് ബേബിച്ചേട്ടൻ. ചെറുപുഴ ടൗണിനും കാക്കേഞ്ചാലിനുമിടയിലുള്ള ഈ ഭാഗത്ത് റോഡിൻ്റെ അരികുകൾ വൃത്തിയാക്കി ചെടികൾ നട്ടുപിടിപ്പിക്കുന്ന ഈ മനുഷ്യനാണ് കോളക്കോട്ട് ബേബിച്ചേട്ടൻ. ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല ബേബിച്ചേട്ടൻ്റെ ഈ സൽപ്രവൃത്തി. ഏതാനും വർഷങ്ങളായി അദ്ദേഹം ഇങ്ങനെ ചെയ്യുന്നുണ്ട്. തൻ്റെ വീടിരിക്കുന്ന ബാലവാടി റോഡിൻ്റെ ശുചിത്വമില്ലായ്മ കണ്ട് മനംമടുത്താണ് ബേബിച്ചേട്ടൻ റോഡ് ശുചിയാക്കാൻ ഇറങ്ങിത്തിരിച്ചത്. റോഡിലെ മാലിന്യങ്ങളും കാടുകളുമെല്ലാം നീക്കം ചെയ്യുക മാത്രമല്ല, അവിടെയൊക്കെ പൂച്ചെടികൾ നട്ടുപിടിപ്പിക്കാനും തുടങ്ങി. ആദ്യമൊക്കെ ആളുകൾ ഇതിനെ തമാശയായാണ് കണ്ടതെന്ന് ബേബിച്ചേട്ടൻ പറയുന്നു. ആശയം തോന്നിയിട്ട് വർഷങ്ങളായി. ഇത് ഞങ്ങൾ വർഷം തോറും ചെയ്യുന്നുണ്ട്. ബാലവാടി റോഡ് ഞാൻ ഒരു വർഷത്തിൽ 2 പ്രാവശ്യം അടിക്കും, കാടടിക്കും, വൃത്തിയാക്കും. അത് ഈ റോഡിലേക്കും അതുപോലെ മെയിൻ റോഡിലേക്കും ഇറങ്ങി തിരിച്ച് തുടങ്ങി. അത് ഈ കാട് ഈ അയൽക്കൂട്ടം എൻ്റെ ഭാഗമാണ്. ഈ ഭാഗം അവിടെ ഞാൻ ഇങ്ങനെ വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അത് അന്നേരം വണ്ടിക്ക് പാർക്ക് ചെയ്യാനും ആളുകൾക്ക് നിൽക്കാനും ഒക്കെ സൗകര്യമുണ്ട്. അങ്ങനെയാണ്. ആദ്യകാലത്ത് ഇങ്ങനെ ആളുകൾക്ക് വലിയ താല്പര്യം തോന്നിയിട്ടുണ്ടാവുമല്ലോ. ഇല്ല, ആദ്യം ആർക്കും തോന്നുന്നില്ല. ഇപ്പോഴും തോന്നുന്നില്ല. ഇപ്പോഴും വേസ്റ്റ് വാരി എറിയുക, കൂട കൊണ്ടിടുക, വേസ്റ്റ് കൊണ്ട് മാലിന്യങ്ങൾ കൊണ്ടിടുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ അതെല്ലാം ഞങ്ങൾ മാറ്റുന്നുണ്ട്. ചെടികളൊക്കെ വെച്ച് പിടിപ്പിച്ച് ചെടികളൊക്കെ വളർന്നു തുടങ്ങിയത് പിന്നെ ആളുകളുടെ മനോഭാവത്തിൽ മാറ്റം. അത് കഴിഞ്ഞ വർഷം കുറേ നട്ടു, എല്ലാവരും പറിച്ചിട്ട് പോയി. പൂക്കൾ കാണുമ്പം പറിച്ചിട്ട് പോകും. അത് സ്വാഭാവികമാണല്ലോ. അപ്പം ഈ വർഷം നടുക. ഇപ്പോൾ ഓണമാകുമ്പോഴത്തേക്ക് നല്ല പൂക്കൾ ഉണ്ടാകണം. അപ്പം ദേശം നന്നാകണം. അതാണ് നമ്മുടെ ലക്ഷ്യം. എന്തായാലും ബേബിച്ചേട്ടൻ്റെ നിരന്തരമായ ശ്രമഫലമായി ബാലവാടി റോഡ് ഇപ്പോൾ ശുചിത്വമുള്ളൊരു റോഡായി മാറിയിട്ടുണ്ട്. പൂച്ചെടികളിൽ പലതും പച്ച പിടിച്ചില്ലെങ്കിലും റോഡ് വൃത്തിയായി കിടക്കുന്നു. ഇപ്പോൾ ഈ കാണുന്ന മെയിൻ റോഡിൻ്റെ ഭാഗങ്ങളും വൃത്തിയാക്കി പൂച്ചെടികൾ നട്ടുപിടിപ്പിക്കുകയാണ് ബേബിച്ചേട്ടൻ. ബേബിച്ചേട്ടനെ പിന്തുണച്ച് വാർഡ് മെമ്പർ എം ബാലകൃഷ്ണനും നാട്ടുകാരും കൂടെയുണ്ട്. ഏറ്റവും വലിയ പ്രശ്നം മാലിന്യമാണ്. അത് വിവിധ തരം മാലിന്യമുണ്ട്. ജലമാലിന്യമുണ്ട്, ദ്രവമാലിന്യമുണ്ട്, വായുമാലിന്യമുണ്ട്. ഈ മാലിന്യത്തിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ജനജീവിതത്തിൽ ധാരാളം പേർ നിരവധി രോഗം പിടിപെട്ട് ആശുപത്രിയിൽ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. രോഗത്തിനുള്ള പ്രധാന കാരണം മാലിന്യമാണെന്ന് തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെ നിർമ്മാണത്തിന് വേണ്ടി നമ്മുടെ സംസ്ഥാന ഗവൺമെൻറ് 2016 മുതൽ നവകേരളം പദ്ധതി, മാലിന്യമുക്ത കേരളം സൃഷ്ടിക്കുന്നതിനുള്ള പ്രവർത്തനം നടന്നു വരികയാണ്. അതിൻ്റെ ഭാഗമായിട്ട് ഹരിതകർമ്മസേനകളെ നിയോഗിച്ചുകൊണ്ട് ഓരോ വീട്ടിലും സൃഷ്ടിക്കപ്പെടുന്ന ഖരമാലിന്യം നീക്കം ചെയ്യുന്നുണ്ട്. അതോടൊപ്പം മാലിന്യമുക്ത കേരളത്തിന് വേണ്ടിയിട്ട് ഭാഗമായി നമ്മുടെ ചെറുപുഴ പഞ്ചായത്ത് നിരവധി പ്രവർത്തനങ്ങൾ നടത്തി വരുന്നുണ്ട്. അത് നമ്മുടെ ഓരോ വർഷവും വിഭജന കൂട്ടായ്മയോടുകൂടി അതിൽ തൊഴിലാളികൾ, വ്യാപാരികൾ, അതുപോലെ തന്നെ മാധ്യമ പ്രവർത്തകന്മാർ എല്ലാവരെയും കൂട്ടുചേർത്തുകൊണ്ട് നമ്മൾ മാലിന്യമുക്തമാക്കാനുള്ള ശ്രമം നടന്നു വരുന്നുണ്ട്. കഴിഞ്ഞ 2 മാസം മുമ്പ് നമ്മുടെ ചെറുപുഴ പട്ടണം മാലിന്യമുക്തമാക്കാൻ കഴിഞ്ഞു. എന്നിട്ടും വീണ്ടും ഈ വലിച്ചെറിയുന്ന പ്രവണത നാട്ടിൽ നടന്നു വരികയാണ്. പൂർണ്ണമായിട്ട് ഈ അപകടത്തിൽ ജനങ്ങൾ എത്തിപ്പെട്ടിട്ടില്ല. എങ്കിൽ പഴയ കാലത്തേക്കാൾ വളരെയധികം മാറ്റം വരുന്നുണ്ട്. ഇതിൻ്റെ മുൻനിര പ്രവർത്തിക്കുന്ന ശ്രീ കോളാക്കോട്ട് ബേബി എന്ന് പറഞ്ഞാൽ തോമസ് മാത്യു കോളാക്കോട്ട് എന്ന വ്യക്തി നിരവധി വർഷങ്ങളായി ഈ മാലിന്യം നീക്കം ചെയ്യുന്നതിനും ഹരിതാഭപൂർണ്ണമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പലവിധ പ്രവർത്തനം നടത്തി വരുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ഈ ഓരോ വർഷവും നമ്മുടെ റോഡ് സൈഡ് സ്വന്തം ചെലവിൽ കാട് വെട്ടിത്തെളിച്ച് ചെടി നട്ട് വരുന്നൊരു പ്രവണത നിലനിൽക്കുന്നുണ്ട്. അതിനെ സംരക്ഷിക്കാൻ വേണ്ടി ജനങ്ങൾ തയ്യാറാകണം. ഈ വർഷവും ഈ പ്രവർത്തനത്തിൽ അത് മുഴുകിയിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടുള്ള പൂന്തോട്ട നിർമ്മാണമാണ് ഈ വഴിയരികിൽ റോഡ് സൈഡിൽ നടന്നു വരുന്നത്. അദ്ദേഹത്തെ ഈ പ്രവർത്തനം നടത്തിയതിൽ വളരെയധികം പഞ്ചായത്തിന് വേണ്ടി അഭിനന്ദിക്കുകയാണ്. തനിക്ക് ഒഴിവ് കിട്ടുമ്പോഴെല്ലാം ഈ പാതയും പരിസരവും വൃത്തിയാക്കിയിടുമെന്ന ദൃഢപ്രതിജ്ഞയിലാണ് ബേബിച്ചേട്ടൻ. ഒപ്പം ചെടികൾ നട്ടുപിടിപ്പിച്ച് അതിനെ സൗന്ദര്യമുള്ളതാക്കി തീർക്കാനുള്ള ശ്രമത്തിലാണ് ഇദ്ദേഹം. ന്യൂസ് ബ്യൂറോ, ചെറുപുഴ. സ്വർണം പണയം വെക്കുക, കൂടിയ തുക വാങ്ങുക, എങ്ങനെയെന്നൊന്നും ചോദിക്കേണ്ട. നേരെ ക്യാപിറ്റൽ ഫിനാൻസിയേഴ്സിലേക്ക് വന്നോളൂ. കൂടിയ മൂല്യമുള്ള സ്വർണം പണയപ്പെടുത്തി കുറഞ്ഞ തുക വാങ്ങേണ്ട കാര്യമില്ലല്ലോ. ഇനി സ്വർണ്ണ പണയത്തിന്മേൽ കൂടുതൽ തുകയുമായി സംതൃപ്തിയോടെ വീട്ടിലേക്ക് മടങ്ങാം. മറ്റു ബാങ്കുകളിൽ കുറഞ്ഞ തുകയ്ക്ക് പണയത്തിലിരിക്കുന്ന സ്വർണം തിരികെ എടുത്ത് കൂടുതൽ തുകയ്ക്ക് പണയം വെക്കാം. സ്വർണ്ണ പണയത്തിന്മേൽ EMI തവണ വ്യവസ്ഥ സൗകര്യവും 25 വർഷത്തെ പാരമ്പര്യമുള്ള ക്യാപിറ്റൽ ഫിനാൻഷിയേഴ്സ് കരുവഞ്ചാലിലും ചെറുപുഴയിലും. കൂടിയ മൂല്യമുള്ള സ്വർണം വെച്ചിട്ടുന്നതിന് കുറഞ്ഞ തുക ലോൺ എടുക്കണം. 1 പവൻ സ്വർണത്തിന് 48,000 രൂപ വരെ വായ്പ നൽകും. ഗ്രാമിന് 6,000 രൂപയും.
സ്വർണം പണയം വെക്കാൻ ഇനി ഒട്ടും ബുദ്ധിമുട്ടേണ്ട. നേരെ ക്യാപിറ്റൽ ഫിനാൻഷിയേഴ്സിലേക്ക് വന്നോളൂ. ക്യാപിറ്റൽ ഫിനാൻഷിയേഴ്സ്, ഹെഡ് ഓഫീസ് കരുവഞ്ചാൽ, ബ്രാഞ്ച് ചെറുപുഴ. മൊബൈൽ 9495 953 291 9961 370 822.